അല്ലാതെ ഒരു മതം മാത്രമാണ് ഇത് ഈ പരീക്ഷയിലെ ക്രമക്കേടുകൾ ഒറ്റപ്പെട്ടതാണ് എന്ന വാദം ഉന്നയിക്കുന്നത് BJP അല്ല, പകരം നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി തന്നെയാണ്, ഏജൻസി തന്നെയാണ്. NTA സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിലും പറയുന്നത് ഒറ്റപ്പെട്ട 2 നഗരങ്ങളിൽ മാത്രം നടന്ന കുറച്ചു പേർ മാത്രം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ക്രമക്കേട്, അതിന് മുഴുവൻ വിദ്യാർത്ഥികളെയും ശിക്ഷിക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും സുപ്രീം കോടതിയിൽ എടുത്തിരിക്കുന്ന നിലപാട്. ആ നിലപാട് ആവർത്തിക്കുകയാണ് ഇവിടെ BJP പ്രതിനിധി. കോൺഗ്രസും പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിരിക്കുന്നത് നീറ്റ് പരീക്ഷ റദ്ദാക്കി പുതിയ പരീക്ഷ നടത്തണമെന്നാണ്. SFIയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഒറ്റപ്പെട്ട ചെറിയ 0.01% ക്രമക്കേട് മാത്രമാണോ നീറ്റിലെ ക്രമക്കേട്? സംഘപരിവാറിൻ്റെ വക്താവ് ഇവിടെ പറയുന്നത് കേട്ടു, ഒറ്റപ്പെട്ട പരീക്ഷ അതിൻ്റെ ഭാഗമായി 25 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി നമുക്ക് തുലക്കണോ എന്നുള്ളതാണ്. നോക്കൂ, ഒറ്റപ്പെട്ട ഒരു വിഷയമല്ല ഇത്. 67 കുട്ടികൾക്കാണ് 1ാം റാങ്ക് കിട്ടിയത്. ഈ 1ാം റാങ്ക് കിട്ടിയ 67 കുട്ടികൾക്കും ചരിത്രത്തിൽ ഇന്നേ വരെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കൊടുക്കാൻ കഴിയാത്ത മാർക്കാണ് നൽകിയിട്ടുള്ളത്. ഒരിക്കലും ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാവുന്ന മാക്സിമം മാർക്ക് എന്നുള്ളത് 715 716 ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്നത് 718 19 ഒക്കെയാണ്. ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെയുള്ള ഒരു മാർക്ക് ഒരു വിദ്യാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. ഇതിന് കാരണമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തു എന്നുള്ളതാണ്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ ഈ വിഷയം എന്ന് പറയുന്ന 67 വിദ്യാർത്ഥികൾ റാങ്കിലേക്ക് വന്നത് ഗ്രേസ് മാർക്കിലൂടെയാണെങ്കിൽ ബാക്കി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നോക്കൂ, നീറ്റ് നെറ്റ് പരീക്ഷകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിന് ലക്ഷക്കണക്കിന് റാങ്കുകൾ മാറും. 1 2 മാർക്കുകൾ മതി. യഥാർത്ഥത്തിൽ ഒടുവിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പറയുന്നത് 25% സിലബസ് റദ്ദാക്കി. അപ്പോൾ വളരെ കുറച്ച് മാത്രം വിദ്യാർത്ഥികൾക്ക് പഠിച്ചാൽ മതിയായിരുന്നു. അവർ പഠിച്ചു. കഴിഞ്ഞ തവണ 20 ലക്ഷമാണെങ്കിൽ ഈ തവണ 23 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. 3 ലക്ഷം അധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ സ്വാഭാവികമായും പ്രോബബിലിറ്റി കൂടും. കൂടുതൽ ആളുകൾ വിജയിക്കും. കൂടുതൽ ആളുകൾക്ക് 67 പേർക്കല്ലേ ഫുള്ള് കിട്ടിയുള്ളൂ, 3 ലക്ഷം പേർ അധികം എഴുതിയിട്ടും എന്നതാണ് NTAയുടെ വാദം. മാത്രമേ ഉള്ളൂ, ആ വാദം നിലനിൽക്കുന്നില്ലോ, ഒരു ഘട്ടത്തിൽ പോലും നിലനിൽക്കില്ലല്ലോ. യഥാർത്ഥത്തിലെ വിഷയം എന്താണ്? ആ വാദം എന്തുകൊണ്ട് നിലനിൽക്കില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് NTA തന്നെ പുറത്തിറക്കിയിരിക്കുന്ന അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് 13,000 പരാതികൾ ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട്, ഒരു കെമിസ്ട്രിയിൽ ആറ്റവുമായി ബന്ധപ്പെട്ട് നടന്ന ആറ്റത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തെക്കുറിച്ച് 13,000 പരാതികൾ വന്നതിൻ്റെ പേരിൽ തെറ്റായ ഉത്തരം ശരിയായി രേഖപ്പെടുത്തി ആൻസർ കീ ഇറക്കി NTA. 13,000 പരാതി വന്നു എന്നുള്ള പേരിൽ ഏത് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് 13,000 പരാതി നൽകിയിട്ടുള്ളത്? അതിനെക്കുറിച്ച് NTAക്ക് ഒരു വാക്കുമില്ല. പ്രോബബിലിറ്റിയെക്കുറിച്ചൊക്കെ പറയുന്നു. യഥാർത്ഥത്തിലുള്ള വിഷയം ഞങ്ങൾക്ക് ഇതിന്മേലുള്ള വിഷയം എന്ന് വെച്ചാൽ ഞങ്ങൾ SFI മുന്നേ അഭിപ്രായപ്പെട്ടതാണ്, സംഘപരിവാർ സംഘടനകളുടെ നേതാക്കന്മാരെ, അതിൻ്റെ പ്രവർത്തകരെ ഇത്തരത്തിലുള്ള നാഷണൽ ഏജൻസികളുടെ തലപ്പത്തെത്തിച്ച് ഇത് പൂർണ്ണമായും കാവ്യവൽക്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് ഇവർ സംഘടിപ്പിക്കുന്നത്. ഇത് കേവലപരമല്ല, ഇത് UGCയിലുണ്ട്. ജഗദേഷ് കുമാർ ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ UGCയിൽ തുടങ്ങി NTAയിൽ നിൽക്കുന്ന ഈ NTAയുടെ മുൻ ചെയർമാൻ ആരായിരുന്നു? വ്യാപം അഴിമതിയിൽ ഇദ്ദേഹത്തിൻ്റെ പങ്ക് എന്തായിരുന്നു? നമ്മൾ പരിശോധിക്കണ്ടേ? അങ്ങനെ യഥാർത്ഥത്തിൽ ഇവയെക്കുറിച്ചൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് രാജ്യത്ത് നിന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഫ്രനൈസേഷൻ, കാവ്യവൽക്കരണം, അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വകാര്യവൽക്കരണം, സാധാരണക്കാരന് പഠിക്കാൻ കഴിയാത്ത വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു. നോക്കൂ, ഇതിലൂടെ ചെന്നെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിചയമുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ടാവും. ഒരു കാലത്ത് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഡോക്ടർമാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ടാവും. ഞങ്ങളൊക്കെ നാട്ടിലുണ്ട്, നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവും. അവർ പഠിച്ചു കഴിഞ്ഞ് അവരുടെ പഠനമൊക്കെ കഴിഞ്ഞ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങി ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി 30-40 രൂപയ്ക്ക് അവരെ ചികിത്സിച്ച് ഈ നാട്ടിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറിയ ഒരുപാട് ഡോക്ടർമാരെ, ജനകീയ ഡോക്ടർമാരെ അറിയുന്ന മണ്ണാണ് നമ്മുടെ നാട്. ഇനിയൊരു വിദ്യാർത്ഥിക്ക് അങ്ങനെ കടന്നു വരാൻ കഴിയുമോ? ഈ കോച്ചിങ് സെൻ്ററുകൾ, ആ കോച്ചിങ് സെൻ്റർ മുഖാന്തരം നടത്തുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ, അതിലൂടെ എത്തുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചകൾ, NTA കണക്ക് ഞാൻ അങ്ങോട്ട് വായിക്കാം. NTA നടത്തുന്ന 25 പബ്ലിക് എക്സാമുകളിൽ ഇതിൽ പ്രധാനമായും 25-ൽ പരം വരുന്ന പെർമനന്റ് സ്റ്റാഫുകൾ ഇല്ലാതെയാണ് NTA പരീക്ഷ നടത്തുന്നത്. അതിനു മുമ്പ് ഞാൻ ഇന്നത്തെ കൗൺസിലിംഗ് നടക്കുമായിരുന്നു എന്ന് ചില വിദ്യാർത്ഥികൾ വിശ്വസിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. NTA കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് പ്രകാരം ഇന്ന് കൗൺസിലിംഗ് തുടങ്ങേണ്ടിയിരുന്നതാണ്, പക്ഷേ ഇന്ന് കൗൺസിലിംഗ് തുടങ്ങിയില്ല.